അശോകൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലേ, നല്ലതും മോശമായിട്ട്. ജയിലിൽ കിടന്നിട്ടുണ്ടല്ലേ? ആ, അവിടെ അറബിനാട്ടിൽ. ഇവിടല്ല, ഇവിടെ നിന്ന് നമ്മൾ കിടക്കൂല, കിടക്കുന്നെങ്കിൽ ഫോറിലേ കിടക്കും. അത് സ്റ്റാൻഡേർഡ് വേണ്ടേ? ഖത്തർ. ഖത്തർ എന്തായിരുന്നു സംഭവം? അത് ഈ പ്രണാമം സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അതിൻ്റെ പുറകിൽ. അങ്ങനെ ഞാൻ നമ്മുടെ സുഹൃത്ത്, എൻ്റെ ബ്രദറും ഖത്തറിലെന്തോ വെറുതെ നമ്മുടെ ഒരു കാഷ്വൽ വിസിറ്റ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, അന്ന് പ്രോഗ്രാം ഒന്നും പറയില്ല. ആ സമയത്ത് ഞങ്ങൾ റമദ ഹോട്ടലാണ് താമസിച്ചിരുന്നത് ഖത്തറിൽ. അവിടെ ഞങ്ങൾ വൈകുന്നേരം ഒരു ഡിന്നറൊക്കെ കഴിച്ചിട്ട് രാത്രി തിരിച്ച് റൂമിൽ വന്നു കഴിഞ്ഞപ്പം ചാവി ഇട്ട് ഈ റൂം, ഞങ്ങളുടെ ചാവി ഇട്ട് ഞങ്ങളുടെ റൂം ഞങ്ങൾക്ക് തുറക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ പലവർക്ക് പിടിച്ചൊക്കെ നോക്കി ചാവി മാറിയാണോ, അപ്പോൾ നോക്കി കഴിയുമ്പോൾ ചാവി നമ്പരൊക്കെ കറക്റ്റ് തന്നെയാണ്. അങ്ങനെ നമ്മൾ അതിനകത്തിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് റൂമിൽ നിന്ന് ഒരു 6 അടി പൊക്കമുള്ള 2-3 അറബികൾ വന്ന് അവരുടെ റൂം തുറന്നിട്ട് അതൊക്കെ ഞങ്ങളെ തോൾ ഭാഷയെ പറഞ്ഞ അറഹ്യത്തിമയ്യല്ല സുഹാ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അവർ റൂമിലോട്ട് കൊണ്ടുപോയി മൂലര മാറ്റി ഇരുത്തി. ഇല്ല, അത് മാത്രം പറഞ്ഞു. ഞങ്ങൾ അപ്രതീക്ഷിച്ച അതൊക്കെ പറഞ്ഞില്ല. ഇപ്പം ഇവരുണ്ട് CIDs അവിടുത്തെ, അവരങ്ങോട്ട് എന്തൊക്കെയോ ഭാഷ പറയുന്നുണ്ട് അവർ. അപ്പം ഞങ്ങൾ നോക്കി എന്താ സംഭവം എന്നൊക്കെ നോക്കിയപ്പോൾ അവർ പറയും ഡോണ്ട് ടോക്ക് ഈച്ച് അതർ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ കൊണ്ട് നമുക്കൊരു പിടിയും കിട്ടത്തില്ലത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഈ റൂമിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ ശരിക്കുള്ള റൂമിൽ കൊണ്ടുപോയി ഇതുപോലെ മാറ്റി ഇരുത്തിയിട്ട് ആ റൂമിലുള്ള ബെഡ്, തലയണ, ബാത്റൂം, അതിൻ്റെ ടവല്, സോപ്പ്, ടെലിഫോണിൻ്റെ റിസീവറിൻ്റെ ഇത് അഴിച്ച്, ലൈറ്റിൻ്റെ ഷെയ്ഡ്, കാർപ്പറ്റ് പൊക്കി നോക്കുക, ബാഗുകളൊക്കെ നോക്കി, സകല ഫ്രിഡ്ജ് എല്ലാം ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സംശയമായി എന്തോ സംഭവം, ആരോ എന്തോ മറ്റവനാണോ സംശയം, അത് ഗഞ്ചൻ ഡ്രഗ്സ് ആണോ സംശയമായി. അതൊന്നതിലിരുന്നു രാത്രി 2 മണി വരെ നോക്കി അവരൊക്കെ എന്തോ പറയുന്നുണ്ട്. ഒരു 2 മണിയായപ്പം അവർ ഈ ഫോണിൽ കൂടെ മറ്റിനകത്തൊക്കെ സംസാരിക്കുന്നു, അവരുടെ വാക്കി ടോക്കി അതൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളെ വിളിച്ചു, 3 പേരെയും വിളിച്ച് നേരെ ഇവരുടെ വണ്ടിയെ കയറ്റി. അത് വണ്ടിയൊക്കെ രാജകീയം, അന്നത്തെ അവിടുത്തെ മെർസിഡസ് ബെൻസിലൊക്കെയാണ് പോയതൊക്കെ. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുത്തെ പോലെ അല്ല. അതെ, തന്നെ പോലെ നമ്മൾ വിസിറ്റേഴ്സാണ്. അപ്പം അവിടെ ഉള്ളവരാണെങ്കിൽ മറ്റേത് പ്രശ്നമാണ്. ഞങ്ങളെ കൊണ്ടുപോയിട്ട് നേരെ ഖത്തർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തി. എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പം ഈ കൂടെ നിൽക്കുന്ന ആൾ അയാളെ അവിടെ ഒരു അറബി പോലീസ് കൊണ്ടുപോയിട്ട് അടി കൊടുത്തു. അടി കൊടുത്ത് അയാളുടെ മുഖമൊക്കെ ചുവന്ന് തുടുത്ത് ഇവർ കെട്ടില്ലേ അത് അടിക്കുകയും ചെരുപ്പൊക്കെ എടുത്ത് അടിക്കുകയും ചെയ്യും. പുറത്തൊക്കെ അവരിടിക്കുന്നത്. പിന്നെ ഭാഗ്യത്തിന് കഴുത്ത് താഴോട്ടൊന്നും ചെയ്യില്ല, മുഖത്തടിക്കുക, തുപ്പുക, ഇതൊക്കെ അവരുടെ പരിപാടികൾ. ആ പാപത്തിന് കുറേ അടി വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മദ്യപിച്ചിട്ടുണ്ടോ ചോദിച്ചു. മദ്യപിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ നേരെ ഷർട്ട്, അല്ല ഈ മാല, വാച്ച്, മോതിരം എല്ലാം മാറ്റി ഒരു അറബി ഒരു കവറിനകത്ത് സ്റ്റാപ്പിൾ ചെയ്തു എല്ലാവരുടെയും. എന്നിട്ടൊരു ഗുഹയ്ക്ക്, നമ്മുടെ പഴയ കവിത തിയേറ്റർ കിടക്കുന്ന ഗുഹയില്ലേ, അതുപോലെ ഗുഹയൊക്കെ നടത്തി നേരെ ഒരു സെല്ലിനകത്ത്. അപ്പോൾ കുറേ സെല്ല്. അങ്ങനെ ആ സെല്ലെന്ന് പറയുമ്പോൾ പിന്നെ ഒരു ചെറിയൊരു കൊച്ചു മുറിന്ന് പോലും പറയാൻ പറ്റില്ല, നിൽക്കുക, അത്രേ ഉള്ളൂ. ചെന്ന് തുറന്ന് കയറിയിരുന്നോളാൻ പറഞ്ഞു. ഒന്നും അറിയില്ല. ഞാനത് വിഷ്വലൈസ് ചെയ്യായിരുന്നു. രാത്രി 2 മണിയെന്ന ആളുകൾ അത് ഓരോരുത്തരും ഓരോ സെല്ലില്ല. അപ്പം ഞാൻ ചെന്ന സെല്ലിനകത്ത് വേറെ 2 പേര്, 2 പാകിസ്ഥാനീസാണ്. അപ്പോഴേ നമ്മൾ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസം എടുത്തേ ചൂടിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ഗൾഫിലെ ഫാനൊന്നുമില്ല, ഒരു ചെറിയ മേലെ ഒരു ചെറിയൊരു വിൻഡോ, അത്രയേ ഉള്ളൂ, കാറ്റ്, ചെറിയ കാറ്റ്. ഞാൻ എടുത്തിരിക്കുന്ന ഒരു ജുബയും മുണ്ടുമാണ്. അപ്പോൾ ഈ മുണ്ടും ജുബയും ഇവർ കണ്ടിട്ടേ ഇല്ലല്ലോ. നല്ല കുട്ടപ്പനായിട്ട് അവിടെ ഇരിക്കുക, സിൽക്ക് ജുബയൊക്കെ ഇട്ട് ജയിലില്ല തറയിരിക്കുക. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നേരം എടുത്തു തുടങ്ങി. അപ്പോൾ ഈ കൂടെ നിൽക്കുന്ന ആൾ എന്നോടൊന്ന് ചോദിച്ചു, നമ്മുടെ പിന്നെ സഹ തടവുകാരൻ, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ കരച്ചിൽ തുടങ്ങി അവിടെ. അപ്പം നേരം വെളുത്ത് തുടങ്ങിയപ്പോൾ ഞാനങ്ങ് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭിത്തിയിലൊക്കെ എഴുതിയിരിക്കുന്നത് എൻ്റെ
ഉമ്മായിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുക. എന്നിട്ട് അടിയിൽ ഒരു പശുവിൻ്റെ പടം കൊടുത്തിട്ട് കോഴിക്കോട് എഴുതിയിട്ടുണ്ട്. അപ്പം മലയാളികൾ ആരോ വന്നിങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് ഉമ്മയും വാപ്പയൊക്കെ നോക്കി കരഞ്ഞിട്ട് വിഷമിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായി. ഞാനിതിലൂടെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുക ഭയങ്കര സങ്കടമായി. അതിലൊരാളെ റിലീസ് ചെയ്തു ഞാൻ ഇരിക്കുമ്പോൾ തന്നെ. അപ്പം ഞാനൊരു ഇവരെയൊക്കെ വിടുന്നു, എന്നെ എന്തുകൊണ്ട് വിടുന്നില്ല? അങ്ങനെ ആയപ്പോഴത്തേക്ക് പിന്നെ ഇതിനിടയ്ക്ക് ഈ ജയിലിനകത്ത് സപ്ലൈ ചെയ്യുന്ന ഒരാൾ അങ്ങേ അറ്റത്തെ സെല്ലിൽ മുതൽ അവനെന്തോ ചോദിക്കുന്നുണ്ട്. അപ്പം അവനിടയ്ക്ക് മലയാളം പറയുന്നുണ്ട്. ഇവിടെ എന്താ വേണ്ടത്? മലയാളിനകത്തുണ്ട്, മനസ്സിലായി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് സന്തോഷം തോന്നി, ആ സമയം എനിക്കൊരു പേടിയായി, ചമ്മലൊക്കെ ആയി. കാരണം ഒരു മലയാളി അപ്പം അറിയില്ല എന്നുള്ളൊരു വിഷമമായിരുന്നു മനസ്സിൽ. അങ്ങനെ അടുത്തടുത്ത് എൻ്റെ സെല്ലിന് അടുത്ത് വന്നപ്പോഴേ ഞാൻ പതുക്കെ ഇരുന്ന് നേരെ ഓപ്പോസിറ്റൊക്കെ തിരിഞ്ഞ് കിട്ടുന്നു. അല്ല ഇവനെന്നെ കാണണ്ടെന്ന് വെച്ചിട്ട് തീർച്ചയായിട്ടും എന്നെ അറിയാമായിരിക്കും. അപ്പോൾ അവൻ ഈ മറ്റേ കൂടെയുള്ള പാകിസ്ഥാനി ഒരാൾ എന്തോ അവനെന്തോ പറയുന്നുണ്ട്. ഹലോ പിന്നെ ഹലോ 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 അവൻ അറബിയിലും ഹിന്ദിയിലും മലയാളത്തിൽ ചോദിക്കുന്നു. ഞാൻ കുറേ ആയപ്പോൾ ഞാനങ്ങ് തിരിഞ്ഞപ്പോൾ അവനങ്ങ് ഞെട്ടിപ്പോയി എന്നെ കണ്ട്. അശോകേട്ടനല്ലേ എന്താ ഇവിടെ നിന്ന് ചോദിച്ചു. ഞാൻ പറയാം എന്താണെന്ന് എനിക്കെന്നെ അറിയാൻ വയ്യ. ഇവൻ്റെ പേര് അസീസ് എന്നാണ്, മേല് മറക്കത്തില്ല, ഒറ്റപ്പാലത്തുകാരനാണ്. അവൻ പറഞ്ഞു ഞാൻ അന്വേഷിച്ച് പറയാൻ ചേട്ടാ, എന്താ വേണ്ടത്, വിഷമിക്കേണ്ട എന്നൊക്കെ അവൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്ത് വേണേൽ കൊണ്ടുതരാം, എനിക്ക് ഇവിടെ സപ്ലൈ ചെയ്യുന്ന ആളാണ്, ആപ്പിൾ ജ്യൂസ് ഞാൻ വിളയിൽ കിട്ടും കൊണ്ടുതരാം, ഓറഞ്ച് എന്നൊക്കെ ഒരുപാട് വളരെ. അങ്ങനെ എന്നാൽ ഞാൻ പറയാം എനിക്ക് അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ നോക്കൊന്നും വേണ്ട. പിന്നെ ഇവരുടെ ഫുഡൊക്കെ തരുന്നുണ്ട്. ഈ പിന്നെ ഈ കുപ്പൂസില്ലേ, അതിനകത്ത് ഒരുമാതിരി ഒരു കലങ്ങി ഒരു ജാം പോലൊക്കെ ഒഴിച്ചിട്ട് തരികയൊക്കെ ചെയ്യുക. ജയിലിലെ ഫുഡ് സഹിക്കാൻ പറ്റത്തില്ല, ഞാൻ കഴിച്ചൊന്നുമില്ല. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചില അറബി പോലീസുകാരൊക്കെ വന്ന് ഞങ്ങൾ ജയിലിൽ വന്ന് എന്നെ നോക്കി ചിരിക്കാനൊക്കെ തുടങ്ങി. യു ഫ്രണ്ട് അമിതാഭ് ബച്ചൻ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിലും വിടട്ടെ എന്ന് ചോദിച്ചത്. വേറെ ആൾ ചോദിച്ചു യു കമലഹാസൻ. ഞാൻ പറഞ്ഞു യെസ് അതും പറഞ്ഞു. അപ്പം ഇവർക്ക് ഈ അറബികൾക്ക് അവിടെ അന്ന് അവിടെ അത്രയേ ഉള്ളൂ, 2 പേരെ അറിയാവും. ഏറ്റവും കൂടുതൽ അമിതാഭ് ബച്ചനും പിന്നെ കമലഹാസനും ഇത്രയും പേര്. അപ്പോൾ ഇതാരോ നമ്മളെ സ്പോൺസറൊക്കെ അറിഞ്ഞിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് അവർ. കാരണം ഈ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ കേറ്റിൻ്റെ പ്രധാന അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണാമം സിനിമയാണ് സംഭവം. പ്രണാമത്തിൽ ഞാൻ ഡ്രഗ്സ് മറ്റേ ഇഞ്ചക്ട് ചെയ്യുന്നത്, ഇത് വലിക്കുന്നത്, ഈ സംഭവങ്ങളൊക്കെ കാണിച്ച് അവിടുത്തെ ആരോ ചെയ്ത പണിയത്. അവിടുത്തെ CID ഡിപ്പാർട്ട്മെന്റിൽ ഈ പടമൊക്കെ സഹിച്ചു കൊടുത്തു. ഇത് സിനിമയാണെന്ന കാര്യം പറയുമോ എന്തോ ഒരു തമാശ കാലഘട്ടത്തിൽ അതാണല്ലോ. അത് മനഃപൂർവ്വം ചെയ്താണോ തമാശ ചെയ്താണോ നമുക്കറിയില്ല. അതുകൊണ്ട് കയറ്റി. പക്ഷേ അതിൻ്റെ ദിവസത്തിൽ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അനന്തരം സിനിമയുടെ അത് ഏതോ ഫെസ്റ്റിവൽ ഫ്രാൻസോ ലണ്ടനിലൊക്കെ ഫെസ്റ്റിവൽ തിരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പടമൊക്കെ കൊടുത്തുകൊണ്ടൊരു സംഭവം അതിനകത്ത് വന്നു. അതും ഈ സ്പോൺസറോട് കാണിച്ചു. ഇത് സിനിമയാണ്, ഇത് സിനിമ, ഇതിലെ ഹീറോ ആണ് ഇടിക്കുന്നത്, അവിടുത്തെ ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാറിനൊക്കെ അടിച്ച് കയറ്റി കൊടുത്തവർ, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അവർക്ക് ബോധ്യം വരുന്നത്. ഇപ്പം അപ്പം തന്നെ റിലീസ് ചെയ്യിച്ച് അവളെ കൊണ്ടുപോയി അവർ സോറി പറയുകയും പിന്നെ അവരുടെ കുറേ ഭക്ഷണ പദാർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനിയും 2-3 ദിവസമൊക്കെ ഞങ്ങളുടെയൊക്കെ സ്റ്റാറ്റ് ഇവിടെ നിൽക്കണം, ഈ ഖത്തർ മുഴുക്കെ കാണിക്കാം, മറ്റേ നമ്മൾ ശരിയെ പറഞ്ഞിട്ട് അന്ന് രാത്രി സ്ഥലം പെട്ട് കൊടുത്ത്